നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. നമ്മൾ 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഇന്ന് എടുക്കുന്ന ടോപ്പിക് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് മോഷൻ, ഒബ്സർവേഷൻ ഓഫ് ഗലീലിയോ. ഇത് ആദ്യത്തെ വീഡിയോ ആണ്, നോക്കാം. Unbalanced external force and motion. Unbalanced external force and motion. നോക്കുക, ഇതിന് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചിത്രം ഒരു 5 ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് അവിടെയുള്ള ഫോഴ്സുകളുടെ അത് ബാലൻസ് ആണോ അൺബാലൻസ് ഫോഴ്സ് ആണോ എന്താണെന്നുള്ള കുറിച്ചൊക്കെ നോക്കാം. 2 കുട്ടികൾ ആദ്യത്തെ ചിത്രത്തിൽ എങ്ങോട്ടേക്കാണ്? ഒരേ ഫോഴ്സ്, ഒരേ അളവുള്ള ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? ഒരേ ദിശയിലേക്ക് വിടും. നോക്കാം, ഇയാള് 50 ന്യൂട്ടനാണ്, രണ്ടാമത്തെ ആളും 50 ന്യൂട്ടനാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? സെയിം ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ ചിത്രം. രണ്ടാമത്തെ കേസിൽ നോക്കാം, രണ്ടാളും 50 ന്യൂട്ടൺ തന്നെയാണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് കൊടുക്കുന്നതെന്ന് മാത്രം. ഓക്കെ, ഈ മൂന്നാമത്തെ ചിത്രത്തിൽ ഒരാൾ 80 ന്യൂട്ടൺസ് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു, അതായത് റൈറ്റ് സൈഡിൽ. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് ബ്ലൂ കളറുള്ള ആള് എങ്ങോട്ടാണ്? 40 ന്യൂട്ടനാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ചിത്രത്തിൽ 120 ന്യൂട്ടനാണ് എങ്ങോട്ട്? ഇത് നമ്മൾ പഞ്ചാന്ന് പറയും അല്ലേ? അപ്പോൾ ഫസ്റ്റ് ആൾ ഇതാണ്, ഇത് 120 ന്യൂട്ടൺ, രണ്ടാമത്തെ ആളും 120 ന്യൂട്ടൺ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസിൽ ടഗ് ഓഫ് വാർ എന്ന് പറയും, കമ്പവലി. എന്താണ്? ഈ ഇവിടെ അങ്ങോട്ടുള്ള ആളുകൾ 400 ന്യൂട്ടണും പിന്നെ അങ്ങോട്ടുള്ളത് 300 ന്യൂട്ടൺസ് കൊടുക്കും. നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ബാലൻസ് ആൻഡ് അൺബാലൻസിൻ്റെ ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് എന്തായിരുന്നു? 50 ന്യൂട്ടൺ 50 ന്യൂട്ടൺ അല്ലേ? 50 ന്യൂട്ടനും 50 ന്യൂട്ടനും ഒരേ ഡയറക്ഷനിലേക്കല്ലേ? അപ്പോൾ ഒരേ ഡയറക്ഷനിലേക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? രണ്ടും കൂടി പ്ലസ് ചെയ്യാം. ഇതാണ്, രണ്ടും കൂടി പ്ലസ് ചെയ്യും. ഫസ്റ്റത്തെ 50, രണ്ടാമത്തെ 50, അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 100 ആണ്. 100 ന്യൂട്ടനാണ്. ഒരേ ഡയറക്ഷനിലേക്കാണെങ്കിൽ അത് തമ്മിൽ കൂട്ടിയാൽ മതി. ഓക്കെ, ഈ രണ്ടാമത്തത് ഫിഗർ നോക്കുകയാണെങ്കിൽ എന്താണ്? രണ്ടും എന്താണ്? വ്യത്യസ്ത ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് തമ്മിൽ കുറയ്ക്കുക, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാണ്? 0. അവിടെ എന്ത് ചെയ്യില്ല? വസ്തു മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, വസ്തു മൂവ് ചെയ്യത്തില്ല. അവിടെ രണ്ടുപേരും തുല്യമായിട്ടുള്ള ഫോഴ്സുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യില്ല? അത് മൂവ് ചെയ്യില്ല. ഓക്കെ, സാധനത്തിന് ഡാമേജ് വരാതിരിക്കുന്നുണ്ടാവില്ല, അത് ആ സാധനത്തിന്റെ സ്ട്രെങ്ത് പോലെ ഇരിക്കും. ഓക്കെ, അതാണ് സെക്കൻഡ് കേസിൽ പറയുന്നത്. അവിടെ ബാലൻസ് ആണ്. ഈ കണ്ടീഷനിൽ ഫസ്റ്റത്തെ കേസിൽ എന്താണ്? ബാലൻസിങ് കണ്ടല്ല. രണ്ടാമത്തത് എന്താണ്? ബാലൻസ് ആണ്. അത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്തിട്ടാകും. ഇത് അൺബാലൻസ് ആണ്. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പുറമേ നിന്ന് കൊടുക്കുന്ന ഫോഴ്സിന് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയും. അത് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി മൂന്നാമത് ഇതിൽ നോക്കാം, 80 ന്യൂട്ടനാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്, ആൻഡ് മറ്റേ ആൾ 40 ന്യൂട്ടനാണ്. അപ്പോൾ നമ്മൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊടുക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം? കുറയ്ക്കുകയും സെയിം ഡയറക്ഷനിലേക്കാണ് രണ്ടും കൊടുക്കുന്നത്, രണ്ട് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ അത് പ്ലസ് ചെയ്താൽ മാത്രം മതി. അതായത് നോക്കാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കേസിൽ രണ്ടാളും ഒരേ ഡയറക്ഷനിലാണ് കൊടുക്കുന്നതെങ്കിൽ, രണ്ടാളും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടും കൂടി കൂട്ടാം. രണ്ടാളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്? അത് രണ്ടും കുറയ്ക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? എന്നിട്ട് കുറയ്ക്കാം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ 0 കിട്ടും. ഇനി ഇവിടുത്തെ കേസിൽ 80 ആൻഡ് 40, ബ്ലൂ എന്ന് പറഞ്ഞാൽ 40, റെഡ് ഷർട്ട് ഇട്ട ആള് 80 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 80 - 40. 80 - 40 എന്ന് പറഞ്ഞാൽ 40. റിസൾട്ടൻറ്റ് ഫോഴ്സ് 40 ആണ്. അപ്പോൾ ഈ വസ്തു എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യാം? 80 ന്യൂട്ടനുള്ള ആള് അടുത്തേക്കാണോ അതോ
40 ന്യൂട്ടൻ്റെ ഉള്ള ആളെടുത്തേക്കാണ്, 40 ന്യൂട്ടൻ്റെ ആളെടുത്തേക്ക് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക. അതായത് 80 ന്യൂട്ടൻ്റെ നിന്ന് ഈ 40 ന്യൂട്ടൺ ഫോഴ്സ് എൻ്റെ ഫലമായിട്ട്, റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ ഫലമായിട്ട് ആ വസ്തു എവിടേക്ക് പോകും? ബ്ലൂ ഷർട്ടിൻ്റെ ആളെ അടുത്തേക്ക് ഇങ്ങോട്ട് പോകും, അതായത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, സെക്കൻഡ് കേസിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് 40 ന്യൂട്ടൺ. ഓക്കെ, ഇനി അടുത്ത കേസിൽ അവിടെ 40 ന്യൂട്ടൺ. ഞാൻ ടേബിൾ അവസാനത്തേക്ക് കാണിക്കാം. സെയിം കണ്ടൻസിന് 120 120. അപ്പോൾ ഒരു വസ്തു കൈ അങ്ങോട്ട് കൂടെ ഇളകോ? ഇല്ല. അപ്പോൾ അവിടെ നോക്കുമ്പം 120 രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ഇയാൾ അപ്പുറത്തെ ഡയറക്ഷനിലേക്കും മറ്റേയാൾ ഇങ്ങോട്ടേ ഡയറക്ഷനിലേക്കും. അപ്പോൾ 120 ന്യൂട്ടൺ 120 ന്യൂട്ടൺ എന്തായും റിസൾട്ടൻ്റ് എന്താവും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ എന്താവും? 0 ആയിട്ട് മാറും. 120 - 120 0 ആയിട്ട് മാറും, അല്ല 0 ആയിട്ട് മാറും. ഈ കേസിൽ എന്താണ് ഇവർ ഇങ്ങോട്ട് ഇവിടെ രണ്ട് കേസിൽ പുഷിങ് ആയിരുന്നു, ഇവിടെ എന്താണ്? പുള്ളിങ് ആണ്. ഓക്കെ, ഇവിടുത്തെ കേസിൽ പുള്ളിങ് ആണ് മാത്രം. സെയിം സാധനം തന്നെ എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെയാണ് അവിടെയും കൊടുക്കുന്നത്. പുഷിങ് ഓർ പുള്ളിങ് അതെന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? പുള്ളിങ്. ഇങ്ങോട്ട് 400 ന്യൂട്ടൺ, ഇങ്ങോട്ട് 300 ന്യൂട്ടൺ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. 400 ന്യൂട്ടൺ - 300 ന്യൂട്ടൺ എത്രയായിരിക്കും? 100 ന്യൂട്ടൺ. അപ്പോൾ ടോട്ടൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് എത്രയാണ്? 100 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ആ ഫിഗർ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനിലേക്ക് പോവാണ്. ഈ ടോട്ടൽ ഫോഴ്സ് ഓർ എ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓഫ് എ ബോഡി is 0. The applied force is called balanced force. Such force can neither move a body at rest nor stop a body in motion. Okay, എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളെ കേസിൽ ഇതാ അതിലേക്ക് പോകുന്നില്ല. ടോട്ടൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആണ് കണ്ടീഷൻ. ടോട്ടൽ ഫോഴ്സ് ഓർ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്താണ്? 0 ആവുന്ന കണ്ടീഷൻ എന്താ? ഫിഗർ 3.2 ഫിഗർ 3.4 ആ കേസിലല്ലേ ഉള്ളത്. അവിടുത്തെ കേസിൽ വസ്തു എന്ത് ചെയ്യില്ല. അങ്ങനെ ആകുമ്പോൾ ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് ആർ കോൾഡ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ്, അതായത് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് ബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ ഈ രണ്ട് കേസിലെയും ബാലൻസ് ഫോഴ്സ് തന്നിരിക്കുന്ന ഇത് ബാലൻസ് ആണ്. അതായത് 3.2 ഇത് ബാലൻസ്ഡ് ആണ്, 3.4 ഇതും ബാലൻസ്ഡ് ആണ്. സെയിം അല്ലേ? ബാലൻസ് ഫോഴ്സ്. അപ്പോൾ ബാലൻസ് ഫോഴ്സ് എന്ന് പറയും. സച്ച് ഫോഴ്സ്, അങ്ങനെയുള്ള ഫോഴ്സ് നൈദർ മൂവ് എ ബോഡി, ആ ഒരു വസ്തുവിനെ റെസ്റ്റിലിരിക്കുന്ന വസ്തുവിനെ മൂവ് ചെയ്യിക്കാനും പറ്റില്ല. റെസ്റ്റിലിരിക്കുന്ന വസ്തുവിനെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ ഈ കേസിൽ ഇത് ആദ്യമേ റെസ്റ്റിലായിരുന്നു. ഈ വസ്തുവിനെ അങ്ങോട്ട് വലിക്കാനും അങ്ങോട്ട് പുഷ് ചെയ്യാനും ഇതേപോലെ ഇങ്ങോട്ട് മറ്റേ ആൾ ഇങ്ങോട്ട് പുഷ് ചെയ്യാനും ശ്രമിക്കുന്നു. പക്ഷേ റെസ്റ്റിലുള്ള വസ്തുവിനെ നമ്മൾ തുല്യമായിട്ടുള്ള ഫോഴ്സ് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതെന്ത് ചെയ്യില്ല, മൂവ് ചെയ്യത്തില്ല. സോ അങ്ങനത്തെ അത് എന്താണ്? ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അത് റെസ്റ്റുള്ള വസ്തുവിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നില്ല. അത് ഒരു കണ്ടീഷനെ പറയുള്ളൂ. നോർ സ്റ്റോപ്പ് എ ബോഡി ഇൻ മോഷൻ. അതേപോലെ തന്നെ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണെന്ന് ചോദിച്ചോ, ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല. തുല്യമായിട്ടുള്ള അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത് വിചാരിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ പോലും അത് എന്ത് ചെയ്യില്ല, അതിനെ നിർത്താനും പറ്റില്ല. നിൽക്കുന്ന വസ്തുവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചലിപ്പിക്കാനോ എന്ത് ചെയ്യാൻ തുല്യ ഫോഴ്സാണ്, ബാലൻസ് ഫോഴ്സാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അത് ചലിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബാലൻസ് ഫോഴ്സ് വെച്ചിട്ട് അതിനെ നമുക്ക് നിർത്താനും പറ്റില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ അതിൽ നമ്മളെ ചിത്രത്തിൽ നമ്മളെ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് നമ്മൾ അടുത്ത ഇതിൽ പറയുന്നു. ഓക്കെ, അടുത്ത ഗലീലിയോയുടെ എക്സ്പെരിമെന്റിൽ നമ്മളതിൽ പറയും. എന്താണ് ഈ രണ്ടാമത്തെ സ്റ്റോപ്പ് എ ബോഡി ഇൻ മോഷൻ എന്ന് പറയുന്നത്. നേരത്തെ റെസ്റ്റിന്റെ കേസിൽ നമ്മൾ മേശ നമുക്ക് റെസ്റ്റിലുള്ള മേശയെ നമുക്ക് മുന്നോട്ടോ താഴോട്ടോ മാറ്റാൻ കഴിയില്ല എന്നാണ് നമ്മൾ ആ എക്സ്പെരിമെന്റിൽ പറഞ്ഞത് അല്ലേ, ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ എന്ന് പറയുന്നത്. എന്നാൽ ഇനി അടുത്തത് എന്താണ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, മോഷനിലുള്ള വസ്തുവിന് നമ്മൾ എക്സാമ്പിൾ വേണ്ടേ, അത് നമുക്ക് അടുത്ത ഇതിൽ പറയാം. when a unbalanced force,
അത് നമുക്ക് അടുത്ത ഗലീലിയോയുടെ എക്സ്പെരിമെന്റിൽ നമുക്ക് കാണിക്കാം. അടുത്ത് when a unbalanced force is applied on a body, ഒരു unbalanced force applied on a body, അല്ലാത്ത സിറ്റുവേഷൻ ഒക്കെ ഇതൊക്കെ എന്തിനാണ് ഇത് അൺബാലൻസ്ഡ് ആണ്. ഫിഗർ 1, ഫിഗർ 3.3, 3.1, 3.3, 3.5 ഇതൊക്കെ എന്താണ് അൺബാലൻസ് ഫോഴ്സിൽ പെടുന്നതാണ്. ബാലൻസ് അല്ല, അൺബാലൻസ്ഡ് ഫോഴ്സ്. അങ്ങനെയുള്ള കേസിൽ there will be a change in the state of rest or direction of motion or speed. അതായത് അതിന് എന്തുണ്ടാവും, ഒരു ഭാഗത്തേക്ക് എന്തെങ്കിലും രീതിയിലായാലും അത് മൂവ് ചെയ്യും. അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ, അതായത് നമ്മളുടെ ഈ രണ്ട് കണ്ടീഷൻ അല്ലാതെ, അതായത് ടോട്ടൽ ഫോഴ്സോ അല്ല റിസൾട്ടന്റ് ഫോഴ്സോ 0 അല്ലാത്ത കണ്ടീഷൻ, അതാണ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. റെസ്റ്റുള്ള വസ്തുക്കൾ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. റെസ്റ്റ് ചേഞ്ച് ചെയ്ത സ്റ്റേറ്റ്, അതുപോലെ റെസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി അതേപോലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും പറ്റും. ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓർ സ്പീഡ് കൂട്ടാൻ പറ്റും. ഡയറക്ഷൻ എന്ത് ചെയ്യാം, 3 കണ്ടീഷനാണ്. ഒന്ന്, റെസ്റ്റിലുള്ള വസ്തുവിനെ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ, തുല്യമായിട്ടല്ലാത്ത ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ റെസ്റ്റിൽ നിന്ന് മാറ്റാൻ പറ്റും. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ, ഫസ്റ്റത്തെ ഇതിൽ തുല്യമായിട്ടുള്ള ഫോഴ്സ് അല്ല. ഇവിടെ ഇയാൾ 40 ന്യൂട്ടണും, ഇവിടുത്തെ കേസിലാണ്, ഇവിടുത്തെ കേസിൽ 80 ന്യൂട്ടണും 40 ന്യൂട്ടണാണ്. അപ്പോൾ ഏത് ഭാഗത്തേക്ക് പോകും, ഒരു ഭാഗത്തേക്ക് ഇതാ ബ്ലൂ ഷർട്ടിലെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു പറയില്ലേ. അവിടുത്തെ കേസിൽ റെസ്റ്റിലുള്ള വസ്തുവിനെ, ഈ മേശയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, റെസ്റ്റിലായിരുന്നു ആദ്യം. ആ റെസ്റ്റുള്ള മേശയെ എന്താക്കി മാറ്റി ചലിപ്പിക്കുക ചെയ്യുന്നത്, ഈ ഡയറക്ഷനിലേക്ക് ചലിപ്പിക്കുകയും ചെയ്യും. അത് അൺബാലൻസ് ഫോഴ്സ് കൊണ്ടേ നടക്കുള്ളൂ. ഓക്കെ, അടുത്ത സെക്ഷൻ എന്താണ്, അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന വസ്തുവാണ്, ഒരു കാറ് പെട്ടെന്ന് വരികയാണ്, ആ കാറിനെ വേറെ വസ്തു, ഒരു കാറ് വേഗം ഓടിക്കൊണ്ട് വരികയാണ് വേഗത്തിൽ. അതേപോലെ ഒരു ബസ് അതേ ഇതിൽ വരികയാണ്, വേഗത്തിൽ വരികയാണ്. ഓക്കെ, വേഗത്തിൽ വരുമ്പോൾ ഈ ബസ്സിന് മുകളിൽ തട്ടിയിട്ട് വേഗം എന്ത് ചെയ്യും, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ അത് വേറൊരു ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാനും എന്ത് ചെയ്യും സാധിക്കും, അൺബാലൻസ്ഡ് ഫോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ. ഓക്കെ, അതായത് 2 തുല്യ ഫോഴ്സാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് കാറ് ഒരു 50 ന്യൂട്ടനാണ്, ഒരിക്കലും 50 ആവില്ല കേട്ടോ, 50 ന്യൂട്ടനാണെങ്കിലും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 50 ന്യൂട്ടനാണ് ബസ് വരുന്നതെങ്കിൽ, 2 വ്യത്യസ്തമാണെങ്കിൽ. ഓക്കെ, അവിടെ എന്തുണ്ടാവും, 2 ഒരേ ടൈപ്പ് കാറായിക്കോട്ടെ, 2 ഒരേ ടൈപ്പുള്ള കാറ്, രണ്ടാളും ഒരാൾ 50 ന്യൂട്ടനും മറ്റാൾ 50 ന്യൂട്ടനാണെങ്കിൽ എന്താവും, അവിടെ ബാലൻസ്ഡ് ഫോഴ്സ് ആവും. ഓക്കെ, എന്നാൽ ഒരാൾ 80 ന്യൂട്ടനും ഒരാൾ 50 ന്യൂട്ടനാണെങ്കിൽ എന്താണ്, 30 ന്യൂട്ടൺ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ അതായത് ഈ വസ്തുവിൻ്റെ രണ്ടാമത് വന്നിരിക്കുന്നത് ഏത് ഡയറക്ഷനിലേക്കാണോ അത് മാറ്റാൻ പറ്റുന്നില്ലേ. ഇപ്പോൾ ഒരു കാർ ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് വരിക, അത് 80 ന്യൂട്ടൺ. ഓക്കെ, ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 30 ന്യൂട്ടണിൽ ഒരു വേറെ കാർ വരുന്നു, സെയിം സൈസും സെയിം ഇതിലുള്ള ഒരു കാറാണ് വരുന്നത്. കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകും, ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ ഓൾറെഡി. നേരത്തെ കേസിൽ റെസ്റ്റ് ആയിരുന്നു കണ്ടീഷൻ, എന്നാൽ ഇവിടെ ചലിച്ചുകൊണ്ട് വന്നിട്ടാണ് കൂട്ടിമുട്ടുന്നത്. അവിടേക്ക് എത്തും 80 മൈനസ് 50 അല്ലേ, അപ്പോൾ 30 ന്യൂട്ടൺ റിസൾട്ടന്റ് ഫോഴ്സ് പ്രകാരം അത് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വന്ന ആ കാറിന് എന്ത് സംഭവിച്ചു, അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഡയറക്ഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കല്ലായിരുന്നു പോയിരുന്നത്, അതെന്ത് ചെയ്തു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തന്നെ തിരിച്ച് ബാക്കോട്ട് പോകാൻ കഴിയും അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ. ഇനി അത് കൂടാതെ സ്പീഡ് ഇതിൽ അത്രയും സ്പീഡിലാണ് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും 2 ഒരേ സ്പീഡിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, അവിടെ കൂട്ടി ഇടിച്ചിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. പക്ഷെ അതെന്ത് ചെയ്യും, 2 തുല്യ ഫോഴ്സിലായിരിക്കും തട്ടിത്തെറിക്കാം. ഓക്കെ, ഈ സ്പീഡ് ഇതിലേക്കും കിട്ടും, മറ്റേ സ്പീഡ് ഇതിലേക്കും കിട്ടും, ബാലൻസ് ആയിരിക്കും കിട്ടും. പക്ഷെ എന്നാൽ 2 വ്യത്യസ്ത ന്യൂട്രലിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്പീഡ് ഏതിനായിരിക്കും കൂടുതലുണ്ടാകുക, ഏതായിരിക്കും അത്രയും വേഗത്തിൽ തെറിച്ചു പോകാതായിരിക്കും
ഫോഴ്സ് കുറഞ്ഞു വരുന്ന അതിന് അത്യാവശ്യം അത്രയും വേഗത്തിൽ തിരിച്ചു പോകും. അതായത് വെയിറ്റും ഒരു ഫാക്ടറാണ്. അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിൽ ഗലീലിയോൻ്റെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഗലീലിയോയുടെ എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. അതായത് ഗലീലിയോ സ്പീഡിന്റെ, അതായത് ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള അതിന് എന്തുണ്ട് ബാലൻസ് ഫോഴ്സിന്റെ കേസിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടീഷനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, അത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് ബാലൻസ് ഫോഴ്സ് ആണെങ്കിൽ അത് ഇല്ല, ചലിക്കില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതവിടെ ഉണ്ടാവും. എന്നാൽ എന്താണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന, ആദ്യമേ സ്റ്റാർട്ടിങ്ങിലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നമുക്ക് അതിനെന്ത് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഗലീലിയോയുടെ ഈ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രയാങ്കുലർ ഷേപ്പുള്ള ഒരു മരത്തിന്റെ കഷ്ണമോ എന്തെങ്കിലും വെച്ചു. സ്മൂത്ത് സർഫസ് ആണ്. ആ സ്മൂത്ത് സർഫസിന് ഒരു നിശ്ചിത അകലത്തിൽ കറക്റ്റാക്കി വെച്ചു. ഒരുപാട് ദൂരത്തേക്കൊന്നും വെച്ചിട്ട് കാര്യമില്ല, കഴിയുന്നത്ര അടുപ്പിച്ച് ഈ രണ്ട് ട്രയാങ്കിള് വെച്ചു. സ്ലോപ്പൊക്കെ ഒരേപോലെ സ്ലോപ്പ്, എന്താണ് അതിൻ്റെ കൂടെ റഫ്നെസ് ഒന്നുമില്ല, ഒരേപോലത്തെ എന്താണ് ട്രയാങ്കിളുകൾ വെച്ചു. എന്നിട്ട് വലിയ ബോളല്ല, ഇതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു തരം ചെറിയ ബോൾ, പ്ലാസ്റ്റിക് ടൈപ്പ് ബോളുകൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, ഇദ്ദേഹം ചെയ്തത് ജസ്റ്റ് ആ ഏറ്റവും ടോപ്പിൽ നിന്ന് ആ ബോളൊന്ന് എടുത്ത് മെല്ലെ താഴേക്ക് ചരിച്ചു വിട്ടു. അത് നേരെ എന്ത് ചെയ്തു, ഈ ഫ്ലോറിൽ തട്ടിയിട്ട് തിരിച്ച് നേരെ അടുത്ത ട്രയാങ്കിളിലേക്ക് പോയി. അടുത്ത ട്രയാങ്കിൾ നേരെ ഇതേപോലെ വന്നിട്ട് ഫസ്റ്റിലേക്ക് പോയി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങി. അതായത് യൂണിഫോം മോഷനിൽ ഇങ്ങനെ പോകാൻ തുടങ്ങി. അൺബാലൻസ് ഫോഴ്സ് അല്ല, ഇവിടെ ബാലൻസ് ഫോഴ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് ബാലൻസ് ഫോഴ്സ് ആണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന അതേ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അതേ ബാലൻസ് ഫോഴ്സ് ആണ് ഇവിടെ വരുന്നതെങ്കിൽ അത് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇൻ കേസ് അത് പ്രകൃതിയിൽ നിൽക്കൽ വളരെ പ്രയാസമാണ്. നമ്മളെ ഇതിൽ പ്രകൃതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള വളരെ പ്രയാസമുള്ള കാര്യം. കാരണം എന്താ, നമുക്ക് നാച്ചുറലി നടക്കൂല. എന്തുകൊണ്ടാണ്, ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് തന്നെ ഇതിന് ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്നത് റോൾ ചെയ്ത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ നിന്നുണ്ടാവും ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ഉണ്ടാവും. അപ്പം തന്നെ ഈ ബാലൻസ് ഫോഴ്സ് കുറഞ്ഞിട്ടാണ് ഇവിടേക്ക് വരിക. ഇവിടേക്ക് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്റ്റും ഉണ്ടാവും, അതോടൊപ്പം ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ എഫക്റ്റും കൊണ്ട് ഈ വേഗത കുറഞ്ഞു പോകും. ഓക്കെ, മാക്സിമം ഫസ്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് തന്നിട്ട് തിരിച്ചിതേപോലെ ഇവിടെ വന്ന് ഇവിടെ എത്താൻ നേരത്ത് അത്രത്തോളം ദൂരം സഞ്ചരിക്കില്ല. തിരിച്ചിതേപോലെ ഇവിടെ എത്തുന്നതിന് മുമ്പേ ഏകദേശം ഇത്രത്തോളം എത്തും. അതിന് കാരണം എന്താ വെച്ചാൽ ഓരോ തവണയും ഇതിനെ ഒപ്പോസിറ്റ് ചെയ്യാൻ ഫ്രിക്ഷണൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, അവിടെ അത് അൺബാലൻസ് ഫോഴ്സ് ആയതുകൊണ്ടാണ് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ നിൽക്കാതെ പോകുന്നത്. എന്നാൽ ഇവിടെ ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ ഒരു ഫോഴ്സും ഇല്ലെങ്കിൽ, ഇപ്പോൾ ഒരു എയർ ഇല്ലാത്ത ഒരു അങ്ങനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫക്റ്റ് ചെയ്യാൻ പറ്റാത്ത കൂടുതലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, എന്നാലും എന്താണ് എയർ കണ്ടീഷൻസ് ഇല്ലാത്തൊരു ഇതിനുള്ളിലാണ് നമ്മൾ ഈ പരീക്ഷണം നടത്തുന്നതെങ്കിൽ ഈ ബോള് സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതിനെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വായു തടസ്സപ്പെടുത്തുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് എയർ ഫ്രിക്ഷൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഇങ്ങനെ പെട്ടെന്ന് പോയിട്ട് അവിടെ തന്നെ നിൽക്കാൻ കാരണം. ഈ പരീക്ഷണം നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് എന്ത് ചെയ്യില്ല, എഫക്റ്റ് ആവില്ല. കാരണം അവിടെ എന്താണ്, അൺബാലൻസ് ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്. എന്നാൽ ബാലൻസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബോൾ നേരെ വന്നിട്ട് എവിടെ തട്ടും, ഫ്ലോറിൽ തട്ടി ഫ്ലോറിൽ നിന്ന് നേരെ എവിടേക്ക് പോകും, അടുത്ത ട്രയാങ്കിളിന്റെ ഏറ്റവും ടോപ്പിലെത്തും. ഓക്കെ, ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ കിട്ടുന്നത് ബാലൻസ്, അത് ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ടോപ്പിൽ കിട്ടുന്ന അതേ ബാലൻസ് ഫോഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ 15 ന്യൂട്ടൺ ആയതുകൊണ്ടാണ് ഇത് താഴോട്ട് പോകുന്നത് വിചാരിക്കുക. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ടോപ്പിലെത്തുമ്പോൾ അതിന് 15 ന്യൂട്ടൺ തന്നെ കിട്ടും. ഇങ്ങനെ പോയി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്ത 15 ന്യൂട്ടൺ കിട്ടും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 15 ന്യൂട്ടൺ ആയിട്ട് കിട്ടും. കണ്ടീഷൻ എന്താണ്, ഇതിനെ എയർ ഫ്രിക്ഷനോ എന്തെങ്കിലും ഫ്രിക്ഷണൽ ഫോഴ്സോ
തടസ്സപ്പെടുത്തേണ്ട ഫോഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ എന്താവും എയർ ഫ്രിക്ഷൻ കൊണ്ട് ഇതിൻ്റെ സ്പീഡ് അതിൻ്റെ അപ്ലൈഡ് ഫോഴ്സിനെ റെഡ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പുറമെ തുറന്നു വെക്കുമ്പോൾ അതുണ്ടാകാറുണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ബാലൻസ്ഡ് ഫോഴ്സ് കണ്ടീഷൻ ആണെങ്കിൽ, അങ്ങനത്തെ ബാലൻസ് ഫോഴ്സ് കണ്ടീഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസോ അല്ലെങ്കിൽ എയർ ഫ്രിക്ഷൻ ഇല്ലാത്ത കണ്ടീഷൻ, അതാണ് ബാലൻസ് കണ്ടീഷൻ. അങ്ങനത്തെ കണ്ടീഷനിൽ കണ്ടിന്യൂസ് ആയി മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഈ ഫസ്റ്റ് കണ്ടീഷൻ ബാലൻസ് കണ്ടീഷൻ്റെ കേസിൽ നമ്മൾ എന്താ പറയുക, ബാലൻസ് കണ്ടീഷൻ്റെ കേസിൽ റെസ്റ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. റെസ്റ്റുള്ള അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ആയിരുന്നു പറഞ്ഞത്. ഏത് 3.2 ഓക്കെ, 3.2 3.4. അപ്പം എന്ത് ചെയ്യില്ല, മോഷനിലുള്ള അവസ്ഥയിൽ നമുക്ക് യൂണിഫോം മോഷനിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് ഈ ഗലീലിയോയുടെ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, എന്നാൽ ഇത് ഒരിക്കലും നമ്മുടെ നാച്ചുറൽ ഇപ്പം ശരിക്കുള്ള നാച്ചുറൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പരീക്ഷണം വിജയിക്കില്ല. കാരണം എന്താ, നമ്മുടെ നാച്ചുറൽ എയർ ഫ്രിക്ഷൻ ഉണ്ട്. ആ എയർ ഫ്രിക്ഷൻ കാരണം എന്ത് ചെയ്യും, ഇതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് ഗലീലിയോയുടെ പരീക്ഷണം. ഗലീലിയോയുടെ ഫിഗറാണ് കേട്ടോ ഇത്. ഓക്കെ, ഗലീലി. ഇനി അദ്ദേഹം പറയുന്നത്, എ ബോഡി ഇൻ മോഷൻ ഡസൻറ്റ് need an external unbalanced force for it to continue in its state of rectilinear uniform motion. അതായത് ഒരു അൺബാലൻസ് ഫോഴ്സ് വേണ്ട. തുടക്കത്തിൽ ഒരു ഫോഴ്സ് കൊടുത്ത് കഴിഞ്ഞാൽ എന്താണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സിൻ്റെ ആവശ്യമില്ല. എന്താണ്, ബോഡി മോഷൻ, ഒരു ബോഡിക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്താ ആവശ്യമില്ല, ഒരു എക്സ്റ്റേണൽ അൺബാലൻസ് ഫോഴ്സ് ആവശ്യമില്ല. എക്സ്റ്റേണൽ ആയിട്ട് പുറമേ നിന്ന് ഒരു അൺബാലൻസ് ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ ഇറ്റ് ടു കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ്, അതായത് കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, മോഷനിലാണ്. മോഷൻ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓഫ് റെക്ടിലിനിയർ യൂണിഫോം മോഷൻ, അതെങ്ങനെയുള്ള മോഷൻ ആയിരിക്കും, യൂണിഫോം മോഷൻ ആയിരിക്കും. അതായത് ഒരേ വേഗതയിൽ ഒരേ രീതിയിൽ തന്നെ മൂവ് ചെയ്യുന്ന, ഒരേ ഇത് കടന്നു പോകുന്ന യൂണിഫോം മോഷൻ രീതിയിലായിരിക്കും കടന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുക ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, പിന്നെ ലോസ് ഓഫ് ഒക്കെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. താങ്ക് യു.